നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ്. മറ്റുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു പള്ളിയിൽ, അവിടുത്തെ സെൻറ്റ് മേരീസ് പള്ളിയിൽ കുർബാന കുർബാന കൂടിയിട്ട് ഇറങ്ങുകയാണ്. കുർബാന കൂടി ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം ഇംഗ്ലീഷ് പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെയിലത്ത്, നല്ല വെയിലാണ്, നല്ല വെയിലത്ത് നിന്നുകൊണ്ട്. അപ്പം ഞാൻ ദൈവത്തെ സ്തുതിച്ച് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെ അവിടെ കൂടെ അത് കൊടുക്കണില്ലേ, ചോദിക്കുന്നില്ലേ, കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആരുമില്ല. അവർ തന്നെത്താൻ അവർ വാങ്ങിച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ എരിവെയിലത്തും പൊരിവെയിലത്തും സുന്ദരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം മിൻറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ സാക്ഷ്യം ഈ ആഴ്ചയിലുണ്ടായതാണ്. വലിയ സാക്ഷ്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മിൻറ്റു, ഞാൻ അയർലൻഡിൽ ധ്യാനം നടത്തുമ്പോൾ ആ അയർലൻഡിലെ ധ്യാനത്തിൻ്റെ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ പെട്ടെന്ന് അത്രയും നാൾ അനങ്ങാതിരുന്ന ഗർഭസ്ഥ ശിശു ആരാധന സമയത്ത് കുതിച്ചു ചാടി. അപ്പം കർത്താവ് മിൻറ്റുവിനൊരു അടയാളം കൊടുത്തതാണ്. എന്താണ്? നിന്റെ കുഞ്ഞ് എൻ്റെ കൈവപ്പുള്ളതാണ്. ഇനി കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ വന്നാലും നീ മൈൻഡ് ചെയ്യരുത്. അതാണ് സംഭവം. ഇപ്പം നമ്മൾക്കൊരു അടയാളം കിട്ടുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു എന്തെങ്കിലും തരത്തിൽ നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന എന്തോ സാധനം സംഭവിക്കാൻ പോകുന്നു, നമ്മൾ കലങ്ങരുതെന്ന അതിൻ്റെ അർത്ഥം. ഒരർത്ഥം അതാണ്. അപ്പം മിൻറ്റു ഭയങ്കര സന്തോഷമായി. എന്താണ്? ആരാധനയിലല്ലേ ആദ്യമായിട്ട് ഗർഭധരിച്ച് തുള്ളിച്ചാടണത്. അപ്പം കർത്താവിൻ്റെ കയ്യൊപ്പുള്ള കുഞ്ഞാണ് എന്ന് അവൾ ധരിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് അവൻ്റെ നടുവലിൻ്റെ മൂട്ടിൽ ഒരു മുഴ വരാൻ തുടങ്ങി, ട്യൂമർ വരാൻ തുടങ്ങി. അത് ട്യൂമറാണെന്ന് കണ്ട് ബ്ലീഡിംഗ് ഒക്കെ വന്ന് നോക്കിയപ്പോൾ ട്യൂമറാണ്. ട്യൂമറാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ട്യൂമർ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രശ്നം, ട്യൂമർ എന്ന് പറഞ്ഞ ഒരു ബലൂൺ പോലെ ഇങ്ങനെ കുറേ വെള്ളമായിട്ടൊക്കെ ഇരിക്കും. അതിങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ രക്തം മുഴുവനും ട്യൂമർ വിഴുങ്ങും. കുഞ്ഞ് രക്തമില്ലാതെ കുഞ്ഞിന് ലിവർ അടിച്ചു പോകും, ബ്രെയിൻ ചുരുങ്ങിപ്പോകും. അങ്ങനെ കിഡ്നി, 3 പ്രശ്നമാണ് ട്യൂമർ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവള് കിടുങ്ങിപ്പോവും അങ്ങോട്ട്. കാര്യമൊക്കെ മനസ്സിലാവും, കുഞ്ഞ് മരിച്ചു പോകുമെന്ന് മനസ്സിലാവും, ട്യൂമർ വളരെ. പക്ഷെ ഇവള് ഉടമ്പടിയിൽ അങ്ങ് ഉറച്ചു നിൽക്കും. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വിഷയം, നമ്മുടെ വിഷയം എല്ലാം ദൈവത്തിൻ്റെ വിഷയമായി മാറും. കാര്യം ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, അതാണ് വിഷയം. നമുക്ക് ജോലിയില്ല, ദൈവത്തിന് ജോലിയില്ല. നമുക്ക് പനിയാണോ, ദൈവത്തിന് പനിയാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് പോണത്. നമുക്ക് കടത്തിലാണോ, ദൈവം കടത്തിലാണ്. എന്നാൽ ദൈവത്തിന് തനതായിട്ട് തോന്നും. ഇപ്പോൾ ഉടമ്പടിയുടെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിനക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്ത് സ്വന്തം പോലെയാക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി വഴിയായി ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അപ്പം ഇങ്ങനെ ഓരോ 3 മാസം സ്കാൻ ചെയ്യുമ്പോഴും ട്യൂമർ കൊച്ചിനൊപ്പം വലുതാകുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർഷൻ ചെയ്ത് കളയണമെന്ന്. ടിൻറ്റിൻ്റെ അപ്പോൾ 6-ാം മാസം ആയപ്പോഴും ഡോക്ടർ പറയും, ഇത് കുട്ടി മരിക്കും, നിനക്കും അപകടമാണ്, അബോർഷൻ ചെയ്ത് കളയണം. പക്ഷെ കളയത്തില്ല ഇവർ. കാര്യം ടിൻറ്റുവിൻ്റെ ഹസ്ബൻഡ് ലിജുവും അതുപോലെ തന്നെ വിശ്വാസമുള്ള ആളാണ്. ഇത് നമുക്ക് കർത്താവ് തന്ന LED എന്ന് ചോദിക്കും. ഒക്കെ ബോധമാണ്, അതാണ് ബോധം. ഒരു ഉടമ്പടി ഒരു ബോധമാണ്. അന്ന് ആരാധനയ്ക്ക് കുഞ്ഞ് തുള്ളിച്ചാടിയില്ലേ, അപ്പോൾ കർത്താവിൻ്റെ കൈവപ്പായില്ലേ. അപ്പോൾ ഭർത്താവ് പറയും, ഇത് നമുക്ക് കർത്താവ് തന്ന LED, കർത്താവാണ് തീരുമാനിക്കണം, നമ്മളൊന്നും ചെയ്യത്തില്ല എന്ന് പറയും.
ഭർത്താവും ഭാര്യയും കൂടി ആലോചിച്ചിട്ട് അവരൊന്നും ചെയ്യാതെ കുഞ്ഞിനെയും ട്യൂമറിനെയും അതിൻ്റെ ഭിത്തിക്ക് അങ്ങോട്ട് വിടും. ഇവളീ വയറും താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ രാത്രി ഉറക്കം വരത്തില്ല. ഇവർക്ക് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് അവൾ പറയും, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് സാക്ഷ്യം കേൾക്കുമെന്ന്. കർത്താവ് അപ്പോൾ എന്നെ കർത്താവ് ബലപ്പെടുത്തും. ഈ കാലങ്ങളിൽ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് സാക്ഷ്യങ്ങളാണ് ശരിക്കും. കാര്യം ചവർ പോലെ സാക്ഷ്യങ്ങളല്ലേ എല്ലാ ദിവസവുമാണേ. അപ്പം അത് ആ ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവും. ഈ ഭൂമിക്ക് താഴെ ഈ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയാണ് ദൈവം ഉടമ്പടി കൈകാര്യം ചെയ്യണത്. അത് ഓരോ വിഷയങ്ങളെയും. അപ്പോൾ ഇവൾ പറയും ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, കൂടുതൽ വേദനയൊക്കെ വരുന്ന ബ്ലീഡിങ് കൂടുന്ന കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ അടിവയറ്റി തേച്ച് കുരിച്ചിടും. കാര്യം നമുക്ക് ഉടമ്പടിയിലെ ദൃശ്യമായ കുറേ അടയാളങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഉടമ്പടി തൈലം, ഉപ്പ്, പിന്നെ എന്താണ്, കാശുരൂപം. അപ്പം കുറേ അടയാളങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അത് വർക്കൗട്ട് ചെയ്യണത് ആരാണ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്, അയാളുടെ മൊറാലിറ്റിയിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ അയാൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കണ്ണീരിട്ട് ദൈവതിരുസന്നിധി പറയാണ്, ഞാനിത് കാനഡയ്ക്ക് കൊടുത്തു വിടുകയാണ്, എൻ്റെ മകൾ അവിടെയാണ്, അവർക്ക് വേറെ ആരുമില്ല, എനിക്കും പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഉടമ്പടിക്ക് മുറുക്കമില്ല എന്നുണ്ടെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. നീ ഉടമ്പടി ഉടപ്പിട്ട് ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഉടമ്പടി തൈലം കൊടുത്തു വിടുകയാണെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു കൈ ഇരിക്കുന്ന വടി മാത്രമാണ്. ഇപ്പം മോസസിനോട് പറഞ്ഞില്ലേ, നീ പറവോൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മോസസിന് പേടിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ രാജാവ്, ചക്രവർത്തിയാണ്. ഇവൻ്റെ പിന്നിൽ ആൾ പോലും ഇല്ല, സ്വാധീനമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല, ട്രെയിൻ ചെയ്ത പട്ടാളക്കാരില്ല, പണമില്ല, ഒന്നുമില്ല. ഇവൻ ഒറ്റക്കാണ്. അപ്പോൾ മോസസ് പറയും, ഞാൻ ഒറ്റക്കാണല്ലോ, ഞാനെങ്ങനെയാണ് ചക്രവർത്തിയോട് സർവ്വസൈന്യാധിപനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയും, നിന്റെ കയ്യിലിരിക്കണ എന്താണെന്ന് ചോദിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 4:2. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 4:2. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എന്തെല്ലാം കയ്യിലുണ്ട്? ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശ്രൂപമുണ്ട്, അല്ലെ? എല്ലാം പലപ്രാവശ്യം വെഞ്ചരിച്ച് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയിട്ട് ഇതിമേ തൊട്ടാ ശരിയാകത്തില്ല. ഉടമ്പടിയിൽ ബലവത്താട് നിൽക്കണം. പറ വായിച്ചോളൂ. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു ഒരു വടിയാണ്. അപ്പൊ നമുക്ക് തോന്നുമ്പോ ഒരു കാശ്രൂപമാണ്, ഇത്തിരി ഉപ്പാണ്, ഇത്തിരി ഒലിവ എണ്ണയാണെന്ന് നമുക്ക് തോന്നും. അതായിരിക്കും. പക്ഷെ അത് പ്രയോഗിക്കുമ്പോൾ അത് മാറി, അതല്ലാതായി മാറും. അത് വായിച്ചോളൂ. അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക. നമ്മൾ ഉപ്പൊക്കെ നിലത്തിടത്തില്ലേ? ഞാൻ എല്ലാവരോടും പറയും, ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ, സ്ഥലം വിൽക്കണില്ല എന്ന് പറയുമ്പോൾ, വീട് വിൽക്കണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് നിലത്തിടാൻ പറയും, എല്ലാ അതിരുകളിലും ഇടാൻ പറയും. എങ്ങനെ ഇടാൻ പറയും? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിടാൻ പറയും. പ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. അല്ല ചുമ്മാ സിനിമാ പാട്ടും പാടി ഇടാൻ പറഞ്ഞ സാധനമാണോ ഇത്? ബുദ്ധിബോധമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഉറുമ്പ് വരുമ്പോൾ തെള്ളുപൊടി ഇടണ പോലെ ഇടുന്ന സാധനമാണോ ഇത്? അല്ല. ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെന്ന്. വിശ്വാസ പ്രമാണവും വിശുദ്ധിയും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്. നിങ്ങൾ പ്രക്രിയയായിട്ട് ജീവിച്ചിട്ട് 90 വർഷം ജീവിച്ചിട്ട് വിശ്വാസ പ്രമാണം ചിലപ്പോൾ ആക്ടിവേറ്റ് ആകത്തില്ല. അതാണ് വിഷയം. കാര്യം എപ്പോഴും പ്രശ്നമുള്ളത് ദൈവം ചോദിക്കണം, നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പോൾ ഒറ്റ ഉത്തരവേ പാടാൻ പാടുള്ളൂ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ അബോർഷൻ ചെയ്യുന്നു. പോരെ, പണിയായില്ലേ? നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മര്യാദക്ക് ഉത്തരം പറയണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഉത്തരം പറയണം. ഞാനൊരു ഭർത്താവിനെ വെറുതെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി മോതക്കെട്ട് കിട്ടും ചിലപ്പോൾ. ഞാൻ ഇന്നലെ ഒരു പെണ്ണിനോട് ചോദിച്ചു, അത് നീ വഴക്കിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വടിവിട്ടേക്കാൻ പറഞ്ഞു. അവൾ തന്നെ വഴക്കിട്ട് പോന്നിട്ട് പാക ഉടമ്പടി ചെയ്യണമെന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുത്ത് വെള്ളച്ചെടി കൊണ്ട് നിൽക്കണം. പാക ഉടമ്പടി ചെയ്യണം. അപ്പം
മാനേജർ എഴുതിയിട്ടുണ്ട് ഭാഗ ഉടമ്പടി ചെയ്യണം. മാനേജർ ചോദിക്കത്തില്ലല്ല. ഈ ഭാഗ ഉടമ്പടി ചെയ്യണമെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു അവരോട് കാര്യം ചോദിക്കാൻ പറഞ്ഞ്. വേറെ ആരുമില്ല, അവരോട് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ എല്ലാവരോടും സംസാരിക്കത്തില്ലല്ലോ. ഗ്രീൻ കേസാണെങ്കിൽ സംസാരിക്കത്തില്ല, റെഡ് കേസാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റൂ. ഞാൻ ചോദിച്ചു ഭാഗ ഉടമ്പടി ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെ ഭാഗ ഉടമ്പടി ചെയ്യണം. അപ്പം നീ എവിടെ നിൽക്കണം? വീട്ടിൽ നിൽക്കണം. നീയായി എന്ന് പോകുന്നു? കെട്ടിയ കാലത്ത് പോകുന്നതാ. കെട്ടിയ കാലത്ത് ഇവളുടെ എന്തോ ഉടായ്പ ബന്ധത്തിൽ അല്ലെങ്കിൽ ബന്ധമില്ലെങ്കിലും അവളുടെ താല്പര്യക്കുറവാ, ചിലപ്പോൾ ഈ മദ്യപാനിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ മദ്യപാനികളുടെ കൂടെ ആരും താമസിക്കണില്ലേ? കേരളം തന്നെ ജീവിക്കണ മദ്യപാനം കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഗവൺമെന്റ് ഇതൊക്കെ അടച്ചുപൂട്ടത്തില്ലേ? അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഗവൺമെന്റ് തന്നെ അതിന് സ്പോൺസറായി മാറുമ്പോഴേ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ല ഗവൺമെന്റിന് ടാക്സ് ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കാര്യം മദ്യപിച്ചാൽ ശരിയാവുക? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പാപ സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടാകും. അത് ഗവൺമെന്റ് സ്പോൺസേർഡും ആയിരിക്കും ചിലപ്പോൾ സമയത്ത്. പക്ഷേ നമ്മളല്ല അത് ജീവിക്കേണ്ടത്. എത്ര ഉടമ്പടിയിലൂടെയാണ് ഭർത്താക്കന്മാരെ അവിടെ വിശുദ്ധിയിലേക്ക് ഭാര്യമാരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഓടിപ്പോകുന്നത് അന്ന് ഓടിപ്പോകുന്നതാണ്. ഞാൻ മക്കളുണ്ടായി ഇല്ലെന്ന് തിരക്കിയില്ല. കാര്യം ആ കേസ് ദൈവത്തിൻ്റെ അല്ലാത്ത കാരണം എൻ്റെതുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ മേലെ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? അന്ന് ഓടിപ്പോകുന്നതിന് ശേഷം ഇന്നിപ്പോൾ അവൾക്ക് അയാളുടെ ഓഹരി വേണം. അതാണ് പ്രശ്നം. അതിനകത്ത് മാനുഷികമായിട്ട് പോലും നീതിയില്ല. കഴുത്തലോട് താലി കെട്ടിയെന്നും പറഞ്ഞ് കൂടെ നിന്ന് കൂടെ ജീവിച്ച് അവിടെ മക്കളെ വളർത്തി ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ ഭർത്താവിന് അവകാശം ഉണ്ടാകണത്. ഇത് വിദ്യാർത്ഥിയുടെ കോടതിയായി ചിലപ്പോൾ കോടതി പോയത് രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ദൈവത്തിനും ഇന്ന് രക്ഷപ്പെടത്തില്ല. എന്താ കാരണം? ഭാര്യ എന്ന ഉത്തരവാദിത്തം, അമ്മയെന്നുള്ള ഉത്തരവാദിത്തം നീ നിർവഹിച്ചിട്ടില്ല. അപ്പം നിന്റെ ദൈവിക അവകാശമില്ല. പിന്നെ എന്തിന് ഭാഗമായിട്ട് പിടിച്ചു തരാനാണ്? ഈ കേസ് ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവളോട് മാത്രം ചോദിച്ചിരിക്കണത്? കാര്യം അവളുടെ കയ്യിൽ ആ ഉടമ്പടി ദൈവം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി അൾത്താരെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ഇവരുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം അയാളുടെ സ്വത്ത് മാത്രം മതി. അതാണ് വിഷയം. അവിടെ സ്വത്ത് മാത്രം മതി. അപ്പം അത് മാനുഷികമായിട്ട് പോലും നീതിയല്ല സംഭവം. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പം കോടതി പോയാൽ തീർച്ചയായിട്ടും കോടതി പെൺപക്ഷമായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ കുറേ നാളുകളായിട്ട് സ്ത്രീകൾ മർദ്ദനം അനുഭവിക്കുന്നതാണ്. നിയമപരമായ നീതിപരമായ മർദ്ദനങ്ങൾ സ്ത്രീ ജനങ്ങൾ അനുഭവിക്കുന്ന കാരണം അതിൻ്റെ തിക്തഫലങ്ങൾ ഒത്തിരി ആയപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നിയമങ്ങൾ വെച്ചിരിക്കുന്നതെല്ലാം സ്ത്രീ അനുകൂലമായ നിയമങ്ങളാണ്. അത് ഒത്തിരി പെണ്ണുങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പം എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പിന്നെയും കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. കുടുംബത്തോട് തറവാടിനോട് കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. അവർക്ക് അപ്പനും അമ്മയോട് ബന്ധമില്ല, അപ്പനെയും അമ്മയും അവർക്ക് നോക്കണ്ട. അതേസമയം തന്നെ അവർ പിന്നെയും കിട്ടാൻ വേണ്ടി കേസ് പറയും. ആ സ്വത്തുണ്ടാക്കിയതിൽ ഇവർക്കൊരു പങ്കുമില്ല. ഇപ്പം ചിലരൊക്കെ കാണിച്ചിരിക്കുന്ന നീതികൾ കണ്ടില്ലേ? ഗൾഫിലൊക്കെ ജോലി ചെയ്യും, മക്കളുടെ സമ്പത്ത് ആദ്യത്തെ മക്കൾ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മര്യാദ അനുസരിച്ചിട്ട് മൂത്ത മക്കളെ ഇളയ മക്കളെ ആരാണ് രക്ഷപ്പെടണത്? അവിടെ സമ്പത്ത് അപ്പൻ്റെ പേരിൽ അയച്ചു കൊടുക്കും. അപ്പൻ എന്ത് ചെയ്യും? അപ്പനും അമ്മയും പ്ലാൻ ചെയ്തുകൊണ്ട് കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലും മേടിക്കും, കുറേ സ്വത്ത് അമ്മയുടെ പേരിലും മേടിക്കും. ഇനി അവനൊരു കാലത്ത് ഗതികെട്ട് കിട്ടാതെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? കുറേ സ്വത്ത് അമ്മയുടെ പേരിലാണ് അപ്പമ്മക്കൊക്കെ എല്ലാം അവകാശം, കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലാണ് കുടുംബത്തിന് അമ്മക്കും പെമ്മക്കും അവകാശം. അവരെന്താ? അവൻ ഞൊട്ടൻ്റെ വരും മിക്കവാറും. ഈ ആൾക്കാരെ ഉടമ്പടി എടുത്താൽ വിജയിക്കുക ഇല്ല. ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തന്നെ, മക്കളാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, മക്കളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതി റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യം പറയാതെ നീണ്ടു പോകും. അങ്ങനെ പല ആൾക്കാർക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ദൈവതിരുസന്നിധിയിലും മനുഷ്യൻ്റെ തിരുസന്നിധിയിലും അവരവരുടെ ആത്മശോധന ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട, പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാത്തിനെയും വെറുത്തുപേക്ഷിച്ച്
ടെസ്റ്റ് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ മിന്റുവിന്റെ പ്രസംഗം ഉണ്ടാ. മിന്റു ഈ കുഞ്ഞിന്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം, ഗർഭത്തെ ശിശുവിനൊപ്പം വളരുകയാണ്. ശരീരം ചൂട് കയറിയിട്ടും വയറ് പെരുത്തിട്ടും കിടന്നുറങ്ങാൻ പറ്റണില്ല. വലത്തോടും തിരിയാൻ പറ്റണില്ല, ഇടത്തോടും തിരിയാൻ പറ്റുന്നില്ല. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യും? ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കും. ഭർത്താവും ഭാര്യയും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാര്യം ഒന്നും പറ്റിയിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യണത്. അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റെ കുരിശിടും. ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിന്റെ കയ്യിലിരിക്കണത്? എന്താണ് കയ്യിലിരിക്കണത്? ഉടമ്പടി തൈലം. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈലമാണ്. ആൾക്കാർ നന്നായിട്ടാണ് വിളിക്കണത്. ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കണത് എന്താണ്? ഉടമ്പടി എടുത്തവർ അഭിഷേക തൈലം എന്നാണ് വിളിക്കുന്നത്. ദൈവം എന്നെ അഭിഷേക തൈലം, എന്നെ അഭിഷേകം ചെയ്ത തൈലം, എൻ്റെ സൗഖ്യത്തിനായി, സമാധാനത്തിനായി, എൻ്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈലം. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യത്തിന്, സ്നേഹത്തിന് നന്ദി പറയുന്നു. ആരാധന, 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 ഈ അഭിഷേക തൈലം അല്ലെങ്കിൽ വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കും മുമ്പ് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. അപ്പൊ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രീ റെക്വിസിറ്റ്, മുൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? തീഷ്ണതയുണ്ടാകണം. എന്തിലെല്ലാം തീഷ്ണതയുണ്ടാകണം? വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാകണം. ഇപ്പം മിന്റുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്, അലക്സ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്. അതല്ലേ എന്തെല്ലാം ഇപ്പം മിന്റുവിൻ്റെ കാര്യം വ്യക്തമാണ്. അപ്പം മിന്റു പ്രസവിച്ചു, അവസാനം സിസേറിയൻ എടുത്തു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനെയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം, കുട്ടിക്ക് 3 കിലോ ഉണ്ടെങ്കിൽ 1.5 കിലോ ട്യൂമറിനുണ്ട്. ഈ ട്യൂമർ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവറ്, ശക്തി, രക്തം, വിറ്റാമിൻ, മിനറൽസ് എല്ലാം ഇതിലൂടെ പോകും. എല്ലാം ഇതിലൂടെ പോകും. കാരണം നട്ടെല്ലാണ് ഇത് പിടിപ്പിച്ചിരിക്കണത്. ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കണത്.
ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ. ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോൾ ഷാൽ പിയേഴ്സ് ഇൻ യുവർ ഹാർട്ട് എന്നെന്താ പറഞ്ഞത്? മാതാവിനെ കുറിച്ച് പറഞ്ഞു, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം, അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാ പ്രശ്നം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം എടുക്കണ പേയ്മെൻ്റ് ആയിട്ട് എടുക്കണത്. പേയ്മെൻ്റ് ആയിട്ട് കിടച്ചാൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കുന്നത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയമില്ല. ഓരോ അനുഗ്രഹങ്ങൾക്ക് അപ്പം ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലെസ്സിങ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്ലെസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും. ചില കത്തിക്കും, ചില കുഴിച്ചിടും, അത്രേ ഉള്ളൂ. പക്ഷെ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശമായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ്. അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും, പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും, ദൈവസ്നേഹം തീക്ഷ്ണതയാൽ ഇരട്ടിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവസ്നേഹം തീക്ഷ്ണതയാൽ ഇരട്ടിപ്പിക്കാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ഇരട്ടി തീക്ഷ്ണതയോടെ ജീവിക്കുവാൻ, എന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവിക പരിപാലനകളെയും വിശേഷവിഹിതമായി നിരീക്ഷിക്കുവാനും നിവർത്തിയാക്കുവാനും ആവശ്യമായ കൃപയാ നിറക്കണമേ, നിറക്കണമേ. ഹല്ലേലൂയ. ആരാധനയിലൂടെ നിങ്ങളുടെ ദൈവിക പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി ഉയർത്തി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്കും ഓൺലൈൻ ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു അവരിലേക്കും സൗഖ്യത്തിൻ്റെ അടയാളം ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞങ്ങൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈൻ പ്രാർത്ഥന ലോകത്തിലെ ആഗോളമായിട്ട് ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും അപ്പാ യേശുക്രിസ്തു നാമത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആശ്രയിച്ച് വിശ്വസിച്ച് പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവേ നിരാശയോടെ പോകാൻ ഇടയാക്കല്ലേ. ശരീരത്തിലെ മുഴകൾ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. മുടി കഴിയുന്ന അവസ്ഥകള്, ഉച്ച മുതല് ഉള്ളംകാല് വരെ അസ്ഥികള്, പേശികള്, ആന്തരിക കോശങ്ങള്, ആന്തരിക അവയവങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും പുട്ടുകൊണ്ട്
സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്ത് ചിലരെ ഉഴപ്പി പോയിട്ടുണ്ട്. പക്ഷേ അവർ വന്ന് പിന്നീട് പെട്ടെന്ന് സാക്ഷ്യം പറയും. അപ്പം അവർ പറയണത് ഞങ്ങൾ ഉടമ്പടി ഉഴപ്പിയത് കാരണം കർത്താവ് ആ ഉടമ്പടി വിസ്മരിച്ചെന്നാണ് ഓർത്തതെന്ന്. പക്ഷേ ഞങ്ങൾ വിസ്മരിച്ചിട്ട് ഞങ്ങളുടെ ഉടമ്പടി കർത്താവ് വിസ്മരിച്ചിട്ടില്ല. ആ എന്താണെന്ന് നിയോഗത്തിൽ എഴുതിയിരിക്കണത് അതെല്ലാം ഇപ്പോഴ് നിറവേറിയിരിക്കുകയാണെന്ന്. ഉടമ്പടി എടുത്തുപോയി എല്ലാ മക്കളെയും ഇപ്പോഴും സമർപ്പിക്കുകയാണ്. ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വീഴ്ച വന്നു പോയവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്ന, അവിടെ കണ്ണുനീര് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്ന, കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോശയെപ്പോലെ അബ്രാഹത്തെപ്പോലെ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അഭിമലയ്ക്ക് വരുമ്പോഴുള്ള യുദ്ധത്തിൽ മോസസ് മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അഹ്റോനും ഹൂറും കർത്താവെ മോസസിന്റെ വിരിച്ച കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചതുപോലെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഉയർത്തിയ കൈകളുമായി മാധ്യസ്ഥം വഹിക്കുന്നു കർത്താവെ. ഉടമ്പടി എടുത്ത് ഓരോ മകനെയും മകളെയും വീണുപോയവരെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ താങ്ങിപ്പിടിക്കുന്നു കർത്താവെ. അഹ്റോനും ഹൂറും മോസസിനെ താങ്ങിപ്പിടിച്ചതുപോലെ കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന താങ്ങിപ്പിടിക്കാൻ ഇടമുള്ളത് കൊണ്ട് കർത്താവെ ആ ഉടമ്പടി വീണു പോകാൻ പോകുന്നവരെ ഞങ്ങളെ വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ പ്രത്യാശയാൽ താങ്ങിപ്പിടിക്കുന്ന കർത്താവെ. നിന്റെ തിരുമുറന്ന് വലത്തുകാരൻ കർത്താവെ ഉടമ്പടി എടുത്തുപോയ എല്ലാ മക്കളെയും ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെയും ഇന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നവരെയും കർത്താവിന്റെ കണ്ണച്ചൊരിയട്ടെ. ശ്രുതികട്ടെ. സൗഖ്യം നൽകണമേ. വരേണമേ, നിങ്ങൾ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഉടമ്പടി ഡേറ്റിട്ട് പ്രാർത്ഥിച്ചവരുണ്ട് കർത്താവെ. അവർ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെ കർത്താവെ പ്രത്യേക ഡേറ്റിലേക്കുള്ളിൽ കർത്താവെ അവിടെ കണ്ണുനീരിന്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവെ ഇപ്പോൾ അൾത്താറെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സകല വിശുദ്ധന്മാരും മാലാഖമാൻ രക്തസാക്ഷിയുടെ മാധ്യസ്ഥത്തിൽ അവരുടെ ഉടമ്പടിയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവെ ദൈവത്തിന്റെ കരുണ പെരുമഴ പോലെ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. ദിവ്യപിതാവേ, ആരാധന. വരേണമേ, നിങ്ങൾ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. വിവിധ ജീവിത ദുരിതങ്ങളെ മാറുന്നതിന് വേണ്ടി കണ്ണീരിട്ട് ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പോസ്കോ കേസിൽ അകപ്പെട്ട മക്കളെ ഞങ്ങളെ ഇപ്പോൾ അൾത്താരെ സമർപ്പിക്കുന്ന നിശ്ചയം അവർക്ക് മനഃശാന്തം ഉണ്ടാകാനും അവർക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റിയൊരു കാലം അവർക്ക് തിരിച്ചു കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോ സാമ്പത്തികമായ തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും അടഞ്ഞുപോയ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏജന്റുമാർക്ക് പണം കൊടുത്തതിന് ശേഷം തിരിച്ചു കിട്ടാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള യോഗ്യത പരീക്ഷയിൽ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കർത്താവ് റിസൾട്ട് മോശമായി കൊണ്ടതുകൊണ്ട് ജീവിതം ദുരിതിച്ച് നിൽക്കുന്നവരെ, വിറങ്ങലിച്ച് ജീവിതത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്നവരുടെ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് അവർ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.